സരോജോ ലാപ്പോണ്. സരോജം ഹായ്, ഇവിടെ ഇവിടെ രത്നമ്മയാണ്. ഹായ് സരോജം, ഹൗ ആർ യു? ഓ ഹായ് രത്നം, സുഖമായിരിക്കുന്നു. രത്നം പറയൂ, എങ്ങനെ ഇരിക്കുന്നു? ഈ ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങിയതാ രത്നം? ഓ ഈ ഡ്രസ്സോ? ഈ ഡ്രസ്സ് എൻ്റെ മോൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാ. 1,00,000 രൂപ വരും. ഓ ഐ സി. കണ്ടാൽ അത്രയ്ക്കൊന്നും പറയില്ല കേട്ടോ. ഈ നാട്ടിൽ ഡ്രസ്സ് മേളക്കൊക്കെ കിട്ടില്ലേ, അതുപോലെയുണ്ട്. പിന്നെ ഇന്ത്യൻ ഡ്രസ്സ് ഉണ്ടല്ലോ, ഞാൻ പോളണ്ടിൽ പോയപ്പോൾ വാങ്ങിയതാന്നേ. അവിടെ ഒരു ഷോപ്പിൽ ബൊമ്മയ്ക്ക് ഇട്ട് കൊടുത്തതായിരുന്നു. ഓ കണ്ടപ്പോൾ അങ്ങ് കൊതിയായി വാങ്ങി. പൈസയൊന്നും നോക്കിയില്ല, നാട്ടിലത്തെ ഇന്ത്യൻ മണി 2,00,000 രൂപ ആയിരുന്നു. ഇതിനോ? കണ്ടാൽ തോന്നില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ കുട്ടികൾ കളിക്കാൻ വാങ്ങുന്ന ഡോൾസിന് ഇതിനെക്കാളും നല്ല ഡ്രസ്സാണല്ലോ ഇട്ട് കൊടുക്കുന്നത്. അവളുടെ ഒരു കുശുമ്പ് കണ്ടില്ലേ. രത്നം, എൻ്റെ ഈ ഓർണമെൻറ്റ്സ് കണ്ടു. 100 പവൻ വരും ഇത്. ചേട്ടൻ പറഞ്ഞു ഇത്ര കിട്ടാൻ മതി, ഇല്ലെങ്കിൽ നീയാണോ കല്യാണപ്പെണ്ണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു. 100 പവൻ പോലെ കണ്ടറിഞ്ഞൂടെ കളി. നല്ല അസല് മുക്കിട്ട് വന്ന് നിൽക്കുക. സരോജം, സ്വർണ്ണമായിട്ട് ഈ മാല എന്താ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്? ഇവൾക്ക് മനസ്സിലായി കാണുമോ ഇത് മുക്കാണെന്ന്? രത്നം എന്താ ഗോൾഡ് ഇടാത്തത്? ഓ ഞാൻ പിന്നെ ഗോൾഡ് ഇടാത്തത്, എനിക്ക് പണ്ടേ ഗോൾഡ് അലർജിയാണ്. എന്തിനു വേണം ഗോൾഡ്? ഈ ഒരൊറ്റ മാല പോരെ. നല്ല അസൽ ഡയമണ്ടാ. 10 ലക്ഷം രൂപ. 10 ലക്ഷം. ഓ ഓ എന്നോടാണ് അവളുടെ ഈ തള്ള കുട്ടികൾ ഉത്സവപ്പറമ്പെന്ന് മേടിക്കുന്ന മാല ഇട്ടുണ്ട് വന്ന്. ഈശ്വരാ, ഈ മുക്കിട്ടിട്ട് ചൊറിയണുണ്ടല്ലോ കഴുത്ത്. ഡോക്ടറുടെ മുമ്പ് വരും. ശരി രത്നമ്മ, എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. നമ്മുടെ 2ാമത്തെ സെർവൻ വരാനുള്ള ടൈമായി. കാണാമേ, ബൈ. നീ ഇവിടുന്ന് വേഗം പോകുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ സരോജം, കാണാം നമുക്ക്. എൻ്റെ വീട്ടിലും അതെ, 3 സെർവൻസ് വെയിറ്റിംഗ് ആയിരിക്കും ഇപ്പം. സോ ഇറ്റ്സ് ഓൾറെഡി ടൈം. ഓക്കെ ബൈ ബൈ.